പ്രിയമുള്ളവരെ, നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യത്തെ ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ ഭാഗമായി നമ്മൾ അതിൻ്റെ 12ാം ഭാഗമാണ് അവതരിപ്പിച്ചിരുന്നത്. ആ 12ാം ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് കോപ്പർനിക്കസിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ജ്യോതിശാസ്ത്രത്തിൽ, അതിൻ്റെ ചരിത്രത്തിൽ കോപ്പർനിക്കസ് ആണല്ലോ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായത്. അതിനുശേഷം കോപ്പർനിക്കസ് 1543 അന്തരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തു വന്ന കാര്യവും അതെങ്ങനെ വന്ന കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത്. പിന്നീട് 1546 ഒരു പ്രധാന വാനനിരീക്ഷകൻ, അതായത് ടെലിസ്കോപ്പുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഏറ്റവും നല്ല വാനനിരീക്ഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് ടൈക്കോ ബ്രാഹെ, ഡെൻമാർക്കുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണം, അക്കാലത്ത് ടെലിസ്കോപ്പുകളില്ലാതിരുന്നിട്ട് കൂടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അയാൾ ജ്യോത്സ്യം കൂടിയായിരുന്നു കേട്ടോ, ഓർക്കണം. ആകാശം നിരീക്ഷിച്ച് തൻ്റെ ജ്യോത്സ്യപ്രവർത്തിക്ക് ആവശ്യമായ തരത്തിലുള്ള ഗ്രഹങ്ങളുടെ കൃത്യമായ ചലനം രേഖപ്പെടുത്തി വെച്ച അയാളാണ്. വളരെ കൃത്യമായി ഒരു ജീവിതം മുഴുവൻ അയാൾ അതിന് ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 12ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഡെൻമാർക്കിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് കണ്ടിട്ട് രാജാവിൻ്റെ കീഴിലുള്ള ഹെവൻസ് എന്ന ഒരു ദ്വീപ് അദ്ദേഹത്തിന് കൊടുക്കുക. ആ ദ്വീപിലാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ നിലയം കെട്ടിപ്പടുത്തത്. പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി, പുതിയ കൂറ്റൻ സെക്സ്റ്റൻ്റ് ഉണ്ടാക്കി. സെക്സ്റ്റൻ്റ് മാത്രമല്ല, ക്വാഡ്രൻ്റ് ഉണ്ടാക്കി. അങ്ങനെ നിരവധി പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി അതുപയോഗിച്ച് ആകാശം നോക്കി നിരീക്ഷണം നടത്തിയ ആളാണ് അയാൾ. അയാളുടെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചയാളാണ് ജോഹന്നാസ് കെപ്ലർ. കെപ്ലർ പിന്നീട് വിപ്ലവകരമായ മാറ്റങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ ഉണ്ടാക്കി. അപ്പം ഇക്കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ 12ാമത്തെ ഭാഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ചക്രവാളത്തിനപ്പുറം അല്ലെങ്കിൽ ബിയോണ്ട് ദ ഹൊറിസോൺ അവതരിപ്പിച്ചത്. നല്ല കാഴ്ചക്കാരുണ്ടായി അതിന്, ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു ആളുകൾ. ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം, സമഗ്രമായ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ധാരാളം പ്രവൃത്തി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു 5 കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഖണ്ഡജ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 13ാം ഭാഗത്ത് നമ്മൾ അവതരിപ്പിക്കുന്നത് കെപ്ലറുടെ അതേ കാലത്ത് അദ്ദേഹത്തിൻ്റെ സമകാലീനരായ മറ്റ് ചില ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ്. 1546 നമ്മുടെ ടൈക്കോ ബ്രാഹെ ജനിച്ചത്. ടൈക്കോ ബ്രാഹെ ജനിച്ച അതേ വർഷം ജനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഇംഗ്ലീഷുകാരനായ തോമസ് ഡിഗസ്. ഡിഗസിനെ പറ്റി ഇപ്രാവശ്യം പറയുന്നു. അതുപോലെ തന്നെ ടൈക്കോ ബ്രാഹെയുടെ കൂടെ ആ നിലയത്തിൽ പണിയെടുത്ത മറ്റൊരാൾ, അദ്ദേഹത്തെ പറ്റിയും പറയുന്നുണ്ട്, ലോഗോ മൊണ്ടാനസ്.
അതേപോലെ മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞൻ അദ്ദേഹം പണ്ട് ഗെറാർഡ് മർക്കാർട്ടിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടായി വിചാരിക്കുന്നു. 12ാം ഭാഗത്തിൽ മർക്കാറ്ററിന്റെ ചുവട് പിടിച്ച് യാത്രക്കാർക്ക്, അതായത് സമുദ്ര സഞ്ചാരികൾക്ക് വേണ്ടി സമുദ്രത്തിലെ പാത കൃത്യമായി നിർണയിച്ച ആളാണ് രണ്ടാമത്തെ ആൾ. അദ്ദേഹത്തിന്റെ പേര് പെട്രസ് പ്ലാനിഷ്യസ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റു ചില കഴിവുകൾ ഉണ്ടായിരുന്നു. നല്ല ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. ഏതാണ്ട് 1600 വരെ യൂറോപ്യന്മാർക്ക് ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ പറ്റിയൊന്നും വലിയ വിവരമില്ലായിരുന്നു. അത് തുടങ്ങി വെച്ചത് പ്രസിദ്ധനായ സമുദ്രസഞ്ചാരി ഫെർഡിനാൻഡ് മെഗല്ലനായിരുന്നു. മെഗല്ലൻ അവിടെ 2 വസ്തുക്കളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ദക്ഷിണ ഖഗോളത്തിൽ. ഒന്ന് വൻ മെഗല്ലനിക് മേഘങ്ങളും ചെറു മെഗല്ലനിക് മേഘങ്ങളും. ഈ രണ്ടും നക്ഷത്രങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ആ പ്രവൃത്തി ഏറ്റെടുത്ത ആളാണ് പെട്രസ് പ്ലാനിഷ്യസ്. പ്ലാനിഷ്യസിന്റെ സന്ദേശവാഹകനായ കെയ്സർ എന്ന കപ്പിത്താൻ ദക്ഷിണ ഖഗോളത്തിലേക്ക് യാത്ര ചെയ്തു. പുതിയ നക്ഷത്രങ്ങളെ, ആ ഭാഗത്തുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്തി. ഏതാണ്ട് 135ഓളം നക്ഷത്രങ്ങളെ അതൊക്കെ ചേർത്ത് പട്ടികയാക്കി ഗണങ്ങളാക്കി തിരിച്ച ആളാണ് നമ്മുടെ പ്ലാനിഷ്യസ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്ലാനിഷ്യസ് നല്ല ഒരു സമുദ്രപാത തയ്യാറാക്കിയ ആളാണെന്ന് പറഞ്ഞുവല്ലോ. നമുക്കറിയാം, വാസ്കോഡഗാമ കേരളത്തിലെത്തിയത് 1498-ലാണ്. വാസ്കോഡഗാമ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ദക്ഷിണ ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഓഫ് കൂടെ കടന്നാണ് വന്നത്. വാസ്കോഡഗാമയുടെ ചാർട്ടുകൾ, സഞ്ചാരത്തിൻ്റെ ചാർട്ടുകളും മാപ്പുകളും ഒക്കെ പോർച്ചുഗലിൽ നിന്ന് കടമെടുത്തു കൊണ്ടുപോയി ഈ പറയുന്ന പെട്രസ് പ്ലാനിഷ്യസ് വളരെ വിശദമായ 100ഓളം മാപ്പുകൾ ഉണ്ടാക്കി അത് ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയെ മറ്റ് കോളനി രാജ്യങ്ങളെയും, ഇന്ത്യ, ചൈന, വെസ്റ്റ് ഇൻഡീസ്, ബർമ്മ, മലേഷ്യ, അങ്ങനെ ധാരാളം കോളനി രാജ്യങ്ങളെ അടിമകളാക്കി വെച്ച ഒരു കമ്പനി ആയിരുന്നല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു നമ്മുടെ പെട്രോസ് പ്ലാനിഷ്യസ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ, അതായത് പെട്രോസ് പ്ലാനിഷ്യസ് നടത്തിയ പ്രവർത്തനങ്ങൾ, തോമസ് ഡിഗസിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തോമസ് ഹാരിയോട്ടിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കേതായാലും ആ ഭാഗത്തേക്ക് കിടക്കാം. ബിയോണ്ട് ദ ഹൊറിസോൺ. ഈ 13ാം ഭാഗത്ത് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ടൈക്കോ ബ്രാഹെയുടെ കാലത്ത് തന്നെ, അതായത് 12ാം ഭാഗത്ത് അവതരിപ്പിച്ച ടൈക്കോ ബ്രാഹെയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇംഗ്ലീഷുകാരനാണ്. പേര് തോമസ് ഡിഗസ്. ടൈക്കോ ബ്രാഹെ ജനിച്ച അതേ വർഷമാണ് ഡിഗസ് ജനിച്ചത്. മറ്റൊരാൾ ഒരു ഫ്ലെമിഷ് ജ്യോതിശാസ്ത്രജ്ഞനാണ്. പേര് പെട്രസ് പ്ലാനിഷ്യസ്. ഇനിയും 1-2 പേര് കൂടിയുണ്ട്. അത് നമ്മൾ പറയും ഈ ഭാഗത്ത്. കോപ്പർനിക്കൻ പ്രപഞ്ച സിദ്ധാന്തത്തെ ആദ്യം വ്യാഖ്യാനിച്ചത് ആദ്യം പറഞ്ഞ തോമസ് ഡിഗസ് എന്ന ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. 1572 അദ്ദേഹം ടൈക്കോ ബ്രാഹെ നിരീക്ഷിച്ച സൂപ്പർനോവ 1572 നിരീക്ഷിച്ചതിൻ്റെ പാരലാക്സ് അളന്നു. ഈ സൂപ്പർനോവ ചന്ദ്രന്റെ പരിക്രമണ പഥത്തിൽ നിന്നും വളരെ അകലെയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
അതായിരുന്നു അക്കാലത്തെ അരിസ്റ്റോട്ടിലിയൻ പ്രപഞ്ച സിദ്ധാന്തത്തിന് കിട്ടിയ ആദ്യത്തെ അടി. എന്താ പാരലാക്സ് നോക്കാം. ഒരു ആകാശവസ്തുവിൻ്റെ ദൂരം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് പാരലാക്സ്. ഇവിടെ നോക്കാം നമുക്ക്. ഇതൊരു നക്ഷത്രമാണെന്ന് കരുതിക്കോളൂ. ഈ നക്ഷത്രത്തെ രണ്ടിടങ്ങളിൽ നിന്നും വീക്ഷിക്കുക. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നക്ഷത്രത്തിൽ ഒരു കോണുണ്ടാകും. ഈ കോണളവ് യഥാർത്ഥത്തിൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണാണ്. രണ്ട് ദൂരങ്ങൾ തമ്മിലുള്ളത് ആ ത്രികോണത്തിൻ്റെ ബേസായിരിക്കും. മറ്റത് അതിൻ്റെ പ്രധാനപ്പെട്ട കോണായിരിക്കും. അപ്പോൾ ജ്യാമിതി ഉപയോഗിച്ച് കൃത്യമായി ഈ ബേസിൽ നിന്ന് നക്ഷത്രത്തേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ കഴിയും. ഈ കോണളവ് കിട്ടിയാൽ മതി. ഇതാണ് പാരലാക്സ് രീതി. ശരി, കോപ്പർനിക്കസിന്റെ പ്രപഞ്ചത്തെ പറ്റി ഡിഗ്ഗസ് എന്താ പറയുന്നത് നോക്കാം. കോപ്പർനിക്കസിന്റെ പ്രപഞ്ചം നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു വെച്ചത് ശനിയുടെ ഭാഗമാണ് ഏറ്റവും ഉയരത്തിനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ച ഭാഗമാണ് എന്നാണ് കോപ്പർനിക്കസിന്റെ വാദം. അതാണ് നമ്മുടെ തോമസ് ഡിഗ്ഗസ് അല്ല എന്ന് പറഞ്ഞത്. എങ്ങനെയാ തോമസ് ഡിഗ്ഗസ് വ്യാഖ്യാനിച്ചത് നോക്കാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലിയനാർഡ് ഡിഗ്ഗസ് ഒരു പഞ്ചാംഗം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഒരു ജ്യോത്സ്യം കൂടിയായിരുന്നു. അതിൻ്റെ പുതിയ പതിപ്പൊക്കെ ഉണ്ടാക്കിയത് തോമസ് ഡിഗ്ഗസ് ആണ്. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ തോമസ് വ്യാഖ്യാനിച്ചുവെങ്കിലും ആ വ്യാഖ്യാനിച്ചത് ആദ്യമായിട്ട് ആ സിദ്ധാന്തത്തെ ജനങ്ങളുടെ ഇടയ്ക്ക് വ്യാഖ്യാനിച്ച് അറിവുണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ശനിയുടെ എന്താ പറയേണ്ടത്, അതിൻ്റെ അതിരുകൾ മാത്രമല്ല, അതിനപ്പുറം നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ച അതിരും കടന്ന് അദ്ദേഹം പറഞ്ഞു പ്രപഞ്ചത്തിൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളൊന്നും ശനിയുടെ മേലെ ഒട്ടിച്ചു വെച്ചതല്ല, മറിച്ച് അവ വിശാലമായ ആകാശത്തിൻ്റെ വിദൂരതയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത്തരമൊരു ചിന്ത, അതായത് അനന്ത പ്രപഞ്ച കാഴ്ചപ്പാട് മറ്റൊരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഗിയർഡാനോ ബ്രൂണോ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ബ്രൂണോ ഒരു പാതിരിയായിരുന്നു. ഡിഗ്ഗസിന്റെ പ്രപഞ്ചത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തത്. ഇടതുവശത്ത് ശനിയുടെ അതിരുകൾ ഇവിടം വരെ അവസാനിക്കുന്നു. നേരെ മുകളിലുള്ളത് നക്ഷത്രങ്ങളെ ഒട്ടിച്ചു വെച്ചതാണ്, കാണുന്ന നക്ഷത്രങ്ങളെ ഒട്ടിച്ചു വെച്ച ഭാഗം. പക്ഷേ നമ്മുടെ തോമസ് ഡിഗ്ഗസിന്റെ അഭിപ്രായത്തിൽ നക്ഷത്രങ്ങൾ വിശാല പ്രപഞ്ചത്ത് ചിതറിക്കിടക്കുകയാണ്, ഒട്ടിച്ചു വെച്ചതല്ല. ഇതാണ് വ്യത്യാസം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഭാസത്തെ ആദ്യമായി കൃത്യമായി വ്യാഖ്യാനിച്ചതും ഇതേ തോമസ് ഡിഗ്ഗസ് ആയിരുന്നു. ഇരുണ്ട രാത്രി ആകാശം എന്താണ്? എന്തുകൊണ്ട് ആ രാത്രി ആകാശം ഇരുണ്ടിരിക്കുന്നു? കാരണം 10,000കണക്കിന് നക്ഷത്രങ്ങളുള്ളപ്പോൾ ആ നക്ഷത്രങ്ങളുടെ പ്രകാശമൊക്കെ ആകാശത്തുണ്ടാവണമല്ലോ. ആ പാരഡോക്സിനെ പറ്റി അല്ലെങ്കിൽ ആ പ്രതിഭാസത്തെ പറ്റി പറഞ്ഞ ആള് തോമസ് ഡിഗ്ഗസാണ് ആദ്യമായിട്ട്. രാത്രി ആകാശത്തിൻ്റെ അന്ധകാരം ഒരു സ്ഥിരസ്ഥിതി പ്രപഞ്ചം, അരിസ്റ്റോട്ടിൽ പറഞ്ഞ സ്ഥിരസ്ഥിതി പ്രപഞ്ചം, അതല്ലെങ്കിൽ അനന്തമായ പ്രപഞ്ചം, അതല്ലെങ്കിൽ ഏകദാനമായ പ്രപഞ്ചം എന്ന ഭാവനക്കോ സങ്കല്പക്കും എതിരാണ്. അനന്തമായ നക്ഷത്രങ്ങൾ രാത്രി ആകാശത്തെ പ്രഭാപൂരമാക്കേണ്ടതല്ലേ? എന്നാൽ നിരീക്ഷിക്കപ്പെടുന്ന ആകാശം അങ്ങനെയാണോ? അന്ധകാരപൂരിതമാണ്. ഈ പ്രതിഭാസം പിന്നീട് ശരിവെച്ചത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ആ സ്ഫോടന സമയത്ത് ഉണ്ടായ പ്രകാശം
ചുവപ്പ് നീക്കത്തിലൂടെ തരംഗദൈർഘ്യത്തിൻ്റെ വ്യത്യാസം വന്ന് പശ്ചാത്തല വികിരണമായി പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു. അതിനർത്ഥം ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് വികിരണവും പ്രകാശവും ഉണ്ടായി, അപാരമായ വികിരണവും അപാരമായ പ്രകാശവും ഉണ്ടായെങ്കിലും അവ കുറഞ്ഞു വന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മൈക്രോവേവ് റേഡിയേഷനായി നിലനിൽക്കുന്നു പ്രപഞ്ചത്തിലാകെ എല്ലായിടത്തും. ഇതാണ് നേരത്തെ പറഞ്ഞ രാത്രി ആകാശത്തിൻ്റെ ഡാർക്ക് നൈറ്റ് സ്കൈയുടെ കാരണം. പ്രകാശം കുറഞ്ഞു പോയി. ഇതിനെ പിന്നീട് വ്യാഖ്യാനിച്ചാൽ മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞനാണ്, ഫ്രെഡറിക് വില്യം ഓൾബേഴ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതിന് വെച്ചത്. കാരണം തോമസ് ഡിക്കസ് താൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും എല്ലാവരോടും പറയാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തിന് ഓൾബറുടെ പാരഡോക്സ് എന്ന പേരാണ് വന്നത്. ഇവിടെ നോക്കണം, ധാരാളം നക്ഷത്രങ്ങൾ. ഇത്രയും നക്ഷത്രങ്ങളുണ്ടെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ നാം കാണുന്ന ആകാശം പ്രഭാപൂരിതമാകണം. എന്നാൽ അങ്ങനെയല്ല. മൈക്രോവേവ് തരംഗത്തിലുള്ള പ്രകാശത്തിൻ്റെ പശ്ചാത്തല വികിരണം പ്രപഞ്ചത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഈ പ്രതിഭാസത്തിൻ്റെ തെളിവ് സ്ഥിരീകരിച്ച് 1802 ഹെൻറിച്ച് വിൽഹം ഓൾബേഴ്സ് ആദ്യം കണ്ടെത്തിയത് തോമസ് ഡിക്കസ് ആയിരുന്നുവെങ്കിലും തോമസ് ഡിക്കസിനെ മറന്നുപോയി. നമ്മളിനി ടൈക്കോബ്രാഹിയുടെ സമകാലീനായിരുന്ന മറ്റൊരാളെ പറ്റി പറയാം. അതായിരുന്നു പെട്രസ് പ്ലാനിഷ്യസ്. ഇടതുവശത്തെ ചിത്രം നോക്കണം. 1585 മതപരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ബ്രസൽസിൽ നിന്നും ആംസ്റ്റർഡാമിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന ആളാണ് അദ്ദേഹം. മാനചിത്ര രചയിതാവും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. സർവോപരി അദ്ദേഹം ഒരു പാതിരിയുമായിരുന്നു. നാവിക ജോലിയിലും ഭൂപട നിർമ്മാണത്തിലും ഏർപ്പെട്ട പ്ലാനിഷ്യസ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി 100ഓളം ഭൂപടങ്ങൾ നിർമ്മിച്ചു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണെന്ന് നമുക്കറിയാമല്ലോ. 400 വർഷങ്ങളോളം ഇന്ത്യയെയും മറ്റു കോളനികളെയും അടിമത്തത്തിലേക്ക് നയിച്ച വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ ആരംഭം കുറിച്ചതിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പങ്കുണ്ട്. അതിന് തുടക്കം കുറിച്ച ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു പ്ലാനിഷ്യസ്. 602 പ്ലാനിഷ്യസ് പോർച്ചുഗലിൽ നിന്നും കരസ്ഥമാക്കിയ സമുദ്ര മാപ്പുകൾ ഉപയോഗിച്ചു. നമുക്കറിയാം, ആ കാലത്ത് ഇന്ത്യ പേരെടുത്തിരുന്നത് ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപത്തിനും അതേപോലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കേരളത്തിലുണ്ടായിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾക്കുമായിരുന്നു. ഇതൊക്കെ കച്ചവടം ചെയ്ത് യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കിയവർ അക്കാലത്ത് അറബികളായിരുന്നു. മൂറുകൾ എന്നറിയപ്പെട്ട അറബികൾ. അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാർക്ക് സഹിക്കവയ്യാത്ത അവസ്ഥയിലായിത്തീർന്നു. സുഗന്ധവ്യഞ്ജനങ്ങളില്ലാതെ അവരുടെ ജീവിതം പുലരുകയില്ല. അതുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൻ്റെ മുൻപ് അവർ ഖഗോള പര്യവേഷണത്തെപ്പറ്റി ആലോചിച്ചു. അങ്ങനെയാണ് നമ്മുടെ അമേരിക്ക പോയ കൊളംബസും 498 ഇന്ത്യയിലേക്ക് വന്ന വാസ്കോഡ ഗാമയും ഒക്കെ യാത്രക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു മെഗല്ലൻ, ഫെർഡിനാൻഡ് മെഗല്ലൻ. അദ്ദേഹം ദക്ഷിണ ഖഗോളത്തിലേക്ക് യാത്ര ചെയ്തു. 1589 ജേക്കബ് ഫ്ലോറിസ് ലോങ്റോണിൻ്റെ സഹായത്തോടെ നമ്മുടെ പ്ലാനിഷ്യസ് 32.5 സെൻറ്റിമീറ്റർ വലുപ്പം വരുന്ന ഒരു ഖഗോള രൂപം ഉണ്ടാക്കി. ഈ കാണിച്ചിരിക്കുന്നത് പ്ലാനിഷ്യസ് ഉണ്ടാക്കിയ സമുദ്ര പാതയുടെ മാപ്പാണ്. ഈ കാണുന്നത് ഇതിന് പേര് സുഗന്ധവ്യഞ്ജന പാത. അങ്ങനെ 1595 പ്ലാനിഷ്യസ് പീറ്റർ റിക്സൂൺ കെയ്സർ എന്ന ഒരു കപ്പിത്താനെ ദക്ഷിണ ഖഗോള വസ്തുക്കളെ
ഖഗോള രൂപത്തിൽ അടയാളപ്പെടുത്താൻ ചുമതലയേൽപ്പിച്ചു. നേരത്തെ പറഞ്ഞ 32.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വലിയ ഗ്ലോബ്. പക്ഷേ നിർഭാഗ്യവശാൽ കെയ്സറിൻ്റെ സംഘത്തിലെ പലരും കടലിൽ വെച്ച് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവിടെ അവരുടെ സഹായിയായിരുന്ന ഒരു ഫ്രെഡറിക് ഹുട്ട്മാൻ ഉണ്ടായിരുന്നു. അയാളാണ് പിന്നീട് 135 നക്ഷത്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി പ്ലാനിഷ്യസിനെ ഏൽപ്പിച്ചത്. ഈ നക്ഷത്രങ്ങളെ പ്ലാനിഷ്യസ് 12 ഗണങ്ങളിലാക്കി തിരിച്ചു. അവയ്ക്ക് മൃഗങ്ങളുടെ പേരുകൾ നൽകി. അതിനുമുമ്പ് ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രഗണങ്ങളുടെ പട്ടിക ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയാണ് ആ ഗണങ്ങൾ നോക്കാം. അപ്പസ്, മസ്ക, ഷെമിലോൺ, ഡൊറാഡോ, ഗ്രസ്, ഹൈഡ്രസ്, ഇൻഡസ്, പാവോ, ഫീനിക്സ്, ട്രയാങ്കുലം ആസ്ട്രേലിസ്, തുക്കാനോ, വോളൻസ് എന്നിവയായിരുന്നു. ഇവയൊക്കെ തന്നെ ഇപ്പോഴത്തെ നക്ഷത്ര പട്ടികയിലുണ്ട്, ഗണങ്ങളുടെ പട്ടികയിലുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രെഡറിക് ഹുട്ട്മാൻ. ദക്ഷിണ ഖഗോളത്തിൻ്റെ ഗോളരൂപത്തിൽ ട്രയാങ്കുലം ആസ്ട്രേലിസും ക്രക്സും പഴയ ചാർട്ടുകളിൽ ഉണ്ടായിരുന്നവയാണ്, 2 പിന്നീട് ഇതിൽ അക്കർണറും അൽഫ ഇർഡാനി എന്ന നക്ഷത്രങ്ങളും ചേർക്കപ്പെട്ടു. ഈ ഖഗോള രൂപത്തിലെ ഗണങ്ങളെയാണ് 1603 പ്രസിദ്ധ നക്ഷത്ര നിരീക്ഷകൻ ജോഹാൻ ബെയർ തൻ്റെ യുറാനോമെട്രിയിൽ ചേർത്തത്. ഇടതുവശത്തെ യുറാനോമെട്രി കാണാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ യുറാനോമെട്രിയ. അതിൽ ഒറിയോണ നക്ഷത്രക്കൂട്ടത്തിൻ്റെ ചിത്രം, നക്ഷത്രങ്ങളടക്കം കാണിച്ചതാണിത്. 1612 പ്ലാനിഷ്യസ് വീണ്ടും അപ്പസ്, കാമിലോ പർദാലിസ്, കാനിസ് മൈനർ, യൂപ്രട്ടീസ് ഫ്ലൂവിയസ്, ടൈഗ്രിസ് ഫ്ലൂവിയസ്, ഗാലസ്, സഗിറ്റ ആസ്ട്രേലിയസ് തുടങ്ങിയ ഗണങ്ങളും കൂടെ ചേർത്തു. പക്ഷേ 1930കളിലാണ് ഈ പറയുന്ന നക്ഷത്രഗണങ്ങളെ ഏകീകരിച്ചു ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ആ സമയത്ത് ഈ കാമിലോപ്രദാലിസും മൊണോസിറസും ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഒഴിവാക്കി. ഇപ്പോഴുള്ള നക്ഷത്രഗണ പട്ടികയിൽ 88 എണ്ണം അവ IAU അംഗീകരിച്ചവയാണ്. 1589 തന്നെ പ്ലാനിഷ്യസ് ജേക്കബ് വാൻ ലാങ്കറിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഗ്ലോബിൽ ക്രക്സും ട്രയാങ്കുലം ആസ്ട്രേലിസും വൻ മെഗല്ലനിക് മേഘവും ചെറു മെഗല്ലനിക് മേഘവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വൻ മെഗല്ലനിക് മേഘം, ഇത് ചെറിയ മെഗല്ലനിക് മേഘവും. ഇത് രണ്ടും നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ കൂട്ടുകാരാണ്, അടുത്തടുത്ത് നിൽക്കുന്നതാണ്. ഇവ ഒറ്റ ഗാലക്സി കൂട്ടത്തിൽപ്പെട്ടതാണ് ഇവ രണ്ടും. പ്ലാനിഷ്യസിൻ്റെ സ്മരണക്കായി അദ്ദേഹത്തിൻ്റെ പേർ 10648 എന്ന ചിഹ്നഗ്രഹത്തിന് കൊടുത്തിട്ടുണ്ട്. ടൈക്കോ ബ്രാഹെയുടെ സഹചാരിയായിരുന്നു ക്രിസ്ത്യൻ സോറൻസൻ ലോഗോമൊണ്ടാനസ്. 8 വർഷങ്ങൾ ടൈക്കോയുടെ കൂടെ ഹെവൻ ദ്വീപുകളിൽ സഹായിയായിരുന്നു. ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ലോഗോമൊണ്ടാനസ് ടൈക്കോയുടെ സ്വാധീനത്താൽ പല വികലധാരണകളും വെച്ച് പുലർത്തിയിരുന്നു. കാരണം നമുക്കറിയാം, ടൈക്കോയുടെ ധാരണ ഒരിക്കലും തന്നെ ഈ സൗരകേന്ദ്ര പ്രപഞ്ച സിദ്ധാന്തത്തിന് ഇത്രയേറെ പ്രചാരണം കിട്ടിയിട്ടും ടൈക്കോ അതിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം അപ്പോഴും ഭൗമകേന്ദ്ര സിദ്ധാന്തത്തെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച ആളാണ്. അപ്പോൾ ആ ധാരണകളിൽ ചിലതൊക്കെ നമ്മുടെ ലോഗോമൊണ്ടാനസിനും കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ധൂമകേതുക്കൾ അപകടകാരികളാണെന്നതായിരുന്നു. വാസ്തവം പറയുകയാണെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ടൈക്കോ പോലും ഒരു ജ്യോത്സ്യനായിട്ട് ധൂമകേതുക്കളെ നിരീക്ഷിച്ച് അതിൻ്റെ പഥത്തെ കണക്കൂട്ടിയ ആളാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ ഭാഗത്തിൽ. ടൈക്കോയുടെ നിരീക്ഷണ വൈദഗ്ധ്യത്തിൻ്റെ ഫലങ്ങൾ ഗ്രഹചലനത്തിൻ്റെ പട്ടികയിൽ അവസാന കാലത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ലോഗോമൊണ്ടാനസ് പിന്നീട് എഴുതിയ ആസ്ട്രോണോമിയ ഡാൻസിയ എന്ന പുസ്തകം വളരെ കാലം കഴിഞ്ഞ് 1922 അദ്ദേഹമല്ല മറ്റാരോ പ്രസിദ്ധീകരിച്ചത്.
ചന്ദ്രനിൽ ടൈക്കോ ഗർത്തത്തിനടുത്ത് തന്നെ ലോഗോമൊണ്ടാനസിന്റെ പേരിൽ ഒരു ഗർത്തമുണ്ട്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ യൂറോപ്പിൽ ശാസ്ത്രജ്ഞർ സ്വന്തമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 13-14 നൂറ്റാണ്ടുകളോടെ ഇറ്റലിയിൽ ആരംഭിച്ച യൂറോപ്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൽ വളരെ വലിയ കുതിച്ചുചാട്ടങ്ങളുണ്ടായി. സാംസ്കാരിക തലത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അതേ മാറ്റങ്ങൾ തന്നെയാണ് ശാസ്ത്രത്തിലുണ്ടായത്. ശാസ്ത്രത്തിന് പലപ്പോഴും പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണക്കാർ അതത് കാലത്തെ ഉൽപാദന ഉപകരണങ്ങളുടെയും സമൂഹത്തും തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നു. പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് അത് ഒരു ശാസ്ത്ര പ്രവർത്തനമാണ് എന്ന് പോലും അറിയാതെ സാമ്പത്തിക പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് ടെലിസ്കോപ്പിൻ്റെ കാര്യം എടുക്കാം. ടെലിസ്കോപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ഹോളണ്ടിലാണ്. അവിടെയുള്ള ഒരു കണ്ണട നിർമ്മാതാവാണ് അതിൻ്റെ തുടക്കക്കാരൻ. അയാൾ അതിൻ്റെ സാമ്പത്തിക വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ആദ്യമായിട്ട് അത്തരം ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കിയത്. അദ്ദേഹം അതിന് ഉപയോഗിച്ചതോ, ഒന്ന്, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ശത്രുവിൻ്റെ നീക്കം നിരീക്ഷിക്കാൻ. രണ്ടാമത്, കപ്പലിൽ പോകുന്ന സമയത്ത് കടൽ കൊള്ളക്കാരെ തിരിച്ചറിയാൻ. ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ശാസ്ത്രത്തിന് കുതിച്ചുചാട്ടങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം ഉണ്ടായത് അങ്ങനെയാണ്. ചരിത്രം ഉണ്ടായത് ഉൽപാദന ഉപകരണങ്ങളുടെയും അതുമായിട്ടുള്ള അതത് കാലത്തെ മനുഷ്യരുടെയും അല്ലെങ്കിൽ സമൂഹത്തെയും തമ്മിലുള്ള ബന്ധങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം നിർമ്മിക്കപ്പെട്ടത്. തോമസ് ഹാരിയോട്ട് എന്ന ബ്രിട്ടീഷുകാരൻ ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ അപവർത്തനം മനസ്സിലാക്കിയ ആളാണ്. അത് മനസ്സിലാക്കിയ അദ്ദേഹമാണ് ഒരു ടെലിസ്കോപ്പ് 1609 ഹോളണ്ടിൽ നിന്നും വാങ്ങിച്ചു വന്ന് ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചത്. എന്നാൽ ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചതിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിനല്ല. തോമസ് ഹാരിയോട്ട് 1609 ജനുവരി മാസം നിരീക്ഷിച്ചുവെങ്കിൽ ഗലീലിയോ ഗലീലി നവംബർ മാസത്തിലാണ് നിരീക്ഷിച്ചത് അദ്ദേഹത്തിന് ശേഷം. അതുകൊണ്ട് ഗലീലിയോയുടെ പേരിലായി. പക്ഷേ തോമസ് ഹാരിയോട്ട് അത് എവിടെയും രേഖപ്പെടുത്തി വെച്ചില്ല എന്നുള്ളതാണ് വസ്തുത. തോമസ് ഹാരിയോട്ട് താൻ നിരീക്ഷിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാതെ, ഗലീലിയാകട്ടെ അദ്ദേഹം നിരീക്ഷിച്ച കാര്യങ്ങൾ കൃത്യമായി ചന്ദ്രന്റെ ഉപരിതല വസ്തുക്കളെപ്പറ്റി കൃത്യമായ ഒരു ശാസ്ത്രജ്ഞന്റെ മാനസികാവസ്ഥയോടെ നിരീക്ഷിച്ചു വെച്ചു, രേഖപ്പെടുത്തി വെച്ചു. ഇതാണുണ്ടായത്. 1580 ഹാരിയോട്ട് ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം വാൾട്ടർ റെലെ എന്ന ഒരു ഗണിതശാസ്ത്രജ്ഞൻ്റെ ഗണിതശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ അധ്യാപകനായി നിയമിച്ചു. ജോഹാൻ കെപ്ലറുമായി ഹാരിയോട്ട് ധാരാളം എഴുത്തുകുത്തുകൾ നടത്തുമായിരുന്നു. ആ എഴുത്തുകുത്തുകളുടെ ഫലമായിട്ടാകാം ഒരുപക്ഷെ കെപ്ലർ തൻ്റെതായ ഒരു ചെറിയ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. അതിന് പേര് കെപ്ലീരിയൻ ടെലിസ്കോപ്പ് എന്നാണ്. അതേപ്പറ്റി നമുക്ക് പിന്നെ പറയാം. ഹാരിയോട്ടാകട്ടെ കെപ്ലറുടെ പല അനുമാനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. 1640 ശേഷം ഗോട്ട്ഫ്രീഡ് വിൽഹം ലിബ്നിറ്റ്സ് ബൈനറി നൊട്ടേഷൻ കണ്ടുപിടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഹാരിയോട്ട് അത് കണ്ടുപിടിക്കുകയുണ്ടായി. പക്ഷേ അവിടെയും ഹാരിയോട്ടിന് പ്രശസ്തിക്ക് പിന്നാലെ പോയില്ല എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം. 1967 ഹാരിയോട്ട് നടത്തിയ ഹാലി ധൂമകേതു പഠനം വലിയൊരു പഠനമായിരുന്നു. കൂടെ പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി പേരുണ്ടായിരുന്നു. 1610 അദ്ദേഹം സൗരകളങ്കങ്ങളെപ്പറ്റിയും ചന്ദ്രന്റെ ഉപരിതലത്തിൻ്റെ വിശദമായ ഭൂപടവും വരച്ചുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ
ശാസ്ത്ര പ്രവർത്തനങ്ങളൊന്നും തന്നെ പരസ്യമാക്കിയിരുന്നില്ല. നിർഭാഗ്യകരമായിരുന്നു അത്. അടുത്ത ഭാഗം ബിയോണ്ട് ദ ഹൊറിസോൺ, അതല്ലെങ്കിൽ ചക്രവാളത്തിനപ്പുറത്തിൻ്റെ 14-ാം ഭാഗമാണ് വരുന്നത്. അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗലീലിയോ ഗലീലിയെ സവിസ്തരം ഒന്ന് വിശദീകരിക്കാം. അതിനായി കാത്തിരിക്കുക. ഏതായാലും ഈ എപ്പിസോഡ് മുഴുവൻ കാണണം. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു പഠന പ്രവർത്തനമായി തീരുള്ളൂ. പരസ്പരം സംവദിച്ചാണല്ലോ പഠനം പുരോഗമിക്കേണ്ടത്. അതുകൊണ്ട് കാഴ്ചക്കാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം.